ഹേ ഗൈസ്, അപ്പോൾ വൈകുന്നേരമായപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് കോളേജും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ രാവിലെ തൊട്ടേ വൈകുന്നേരം വരെ റൂമിലിരുന്നു. അപ്പോൾ നമ്മളൊക്കെ റൂമിൽ 4 ആൾക്കാരേ ഉള്ളൂ. സോ നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങി ഡിമാർട്ടൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ചുമ്മാ ഒരു പ്ലാൻ ഇല്ലാണ്ട് പുറത്തേക്കൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു. ഇതാ 2 എണ്ണം മുമ്പ് പോകുന്നുണ്ട്. മൈൻഡ് ആക്കടാ, ഹായ് ഹായ് പറ. സ്റ്റാർബക്സിൽ പോയിട്ട് 50% പൈസ കൊടുക്കണ്ടേ? നമ്മളടക്കം പൈസ വേണ്ടേ? ആ 50% കൊടുക്കണ്ടേ? അപ്പോൾ ഇങ്ങനത്തെ ഓരോ വലിയ വലിയ ചർച്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ പോകുന്നു. ഫസ്റ്റ് ഞാൻ പറയാം, ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചുമ്മാ പോകുന്നു. ഇറങ്ങിയപ്പോൾ ചുമ്മാ ഒരു വ്ളോഗൊക്കെ എടുക്കാൻ വിചാരിച്ചു. സോ നമുക്കിന്ന് നേരം പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ നാലാളുകളുടെ ഓരോ ചെറുക്കന് 1K സബ്സ്ക്രൈബർ ആവാറ്. നിക്കടാ, ഇതൊന്നും കംപ്ലീറ്റ് ആക്കടാ. സബ്സ്ക്രൈബർ ആവാറ് നിക്കി. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കാണുന്ന ആൾക്കാർ എല്ലാവരും കേട്ടല്ലേ. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ വ്ളോഗിൽ കാണാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഡിമാർട്ടിലേക്ക് ജസ്റ്റ് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ. സോ നമ്മൾ ബൈക്ക് വാക്കിംഗ് പോകാൻ വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് മേടിക്കാനൊന്നല്ല, അവിടെ പോവുക, ആരെങ്കിലെല്ലായിട്ട് കാണും. നമുക്ക് സെറ്റാക്കാം എല്ലാം നമുക്ക് പറഞ്ഞോളാം. സെറ്റാക്കാം, ആരെങ്കിലെല്ലായിട്ട് കാണും. നമ്മൾ അവരെ കുറിച്ച് ഇങ്ങനെ പറയാം, വർത്തമാനം പറയാം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. അല്ലാണ്ട് പ്രത്യേകിച്ച് മേടിക്കുക അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ലല്ലോ. ബാറ്റ്മാൻ വെർഷന്റെ പുതിയ കിൻഡർ ജോയ് വന്നിട്ടുണ്ട്. എന്ത് ബാറ്റ്മാൻ വെർഷന്റെ പുതിയ കിൻഡർ ജോയ് വന്നിട്ടുണ്ട്. നീ പോടാ, കിൻഡർ എങ്ങനാ? ബാറ്റ്മാൻ കിട്ടിയില്ല, എന്നാ നീ കറക്കിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു കിട്ടിയത്. എല്ലാം എന്ത് പിള്ളേരാ എല്ലാം കിൻഡർ ജോയ് പിടിച്ച് കളിക്കുന്നു. കളക്ഷൻ ഉണ്ട് റൂമിൽ, കണ്ടില്ല? അത് തിന്നാൻ വരുവേ. എടാ, തിന്നുന്നതിൽ ഇപ്പൊ എന്താ തെറ്റുള്ളേ? നീ പറ, തിന്നുന്നതിൽ തെറ്റുണ്ടോ? പിന്നെ എന്ത് കിൻഡർ ജോയ് അത് ഇത്? എടാ സഫാദ്, നീ പറ, നീ പ്രതികരിക്കണം. അത്രേ ഉള്ളൂ. സഫാദ് പറഞ്ഞ പിന്നൊന്നുമില്ല. ഇതാ പറഞ്ഞ ഇങ്ങനത്തെ കുറെ കുളിച്ചിന്റെ പരിപാടികളൊക്കെ കാണാം. ഇന്ന് മെയിനായിട്ട് ഡിമാർട്ടിൽ പോകുന്നത് തന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ കളിക്കാനാണ്. ഓ എന്തൊക്കെയാല്ലേ. അങ്ങനെ നമ്മൾ നടന്നാ ഡിമാർട്ടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഡിമാർട്ട് ഡിമാർട്ട് ഇതാ ഫോണിൻ്റെ അത്യാവശ്യം ഫോക്കസ്. പിന്നെ ഒന്ന് ലൈറ്റൊക്കെ പോയി ഞാൻ ഫ്ലാഷ് യൂസ് ചെയ്തിട്ടൊക്കെ അത് പറയുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്ത് ഫുള്ള് നോയ്സ് അല്ലേ. സോ നമുക്ക് ഡിമാർട്ട് ഉള്ളിൽ കയറിയിട്ട് ബാക്കി എന്തൊക്കെ പരിപാടി നോക്കാം. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല, അലഞ്ഞിരി നടക്കുക, അല്ലെങ്കിൽ മേടിക്കുവാണെങ്കിൽ മേടിക്കുക, പിന്നെ ചുമ്മാ വായി നോക്കുക. അത് ഞാനല്ല, അതീവൻ അല്ലേ, ഞാൻ ഡീസൻറ്റ്. അഭയ് തിരിഞ്ഞു നോക്ക്, ആരാ വായി നോക്കുന്നത്? അഭയ് അല്ലേ? ഒറ്റ സ്വരത്തിൽ പറയാം, അഭയ്. അത്രേ അഭയ് ഒറ്റ സ്വരത്തിൽ എല്ലാവരും പറയാം, അഭയ്. സോ ഗൈസ്, അങ്ങനത്തെ കൊച്ചു പരിപാടികളാണ് ഇപ്പോൾ ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സോ നമ്മൾ ഉള്ളിൽ കയറാൻ വന്നു. ഉള്ളിൽ നല്ല ക്ലിയർ ആയിരിക്കും, മീൻസ് ഉള്ളിൽ ഫുള്ള് ലൈറ്റ് അല്ലേ. നമുക്ക് ഉള്ളിൽ പോയിട്ട് പറഞ്ഞതാ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇത് ചുമ്മാ ഇതും കാണുമ്പോൾ ഇതേപോലെ എടുത്തു നോക്കുക, പൈസ വെക്കുക, അവിടെ ഇടുക. അല്ലേ, ഇതേപോലെ എടുക്കുക, തിരിച്ചു വെക്കുക, പൈസ വെക്കുക, അവിടെ വെക്കുക. ഇനി കുറച്ച് സമയത്തേക്ക് ഇതിനൊക്കെ പരിപാടി നടക്കാൻ പോകുന്നു. എന്തൊക്കെ ഉണ്ടോ, ഓരോന്ന് വേണ്ടാത്തൊക്കെ എടുക്കുക, നോക്കുക, പൈസ നോക്കുക, അവിടെ വെക്കുക. ഇതന്നെയാണ് ഇനി കുറച്ച് സമയത്തേക്ക് നടക്കാൻ പോകും. ഓഫർ ഉണ്ട് നോക്കുക, ചുമ്മാ കയ്യിലെടുക്കുക, അവിടെ വെക്കുക. ഇതൊക്കെ തന്നെ, മേടിക്കത്തൊന്നുമില്ല. നാട്ടിൽ ഏത് വേണ്ട. അയ്യോ ശരി, ഇതന്നെ പരിപാടി എടുക്കാൻ പോകുന്നത്. കണ്ട അവിടെ കിൻഡർ ജോയ് നോക്കട്ടെ. കിൻഡർ ജോയ് ഫാൻ ബോയ് അല്ലേടാ. എടാ ഇതെന്ത് എടുക്കുന്നേ? ഇവനെന്ത് ഹാരി പോട്ടറും കിട്ടി, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ കിട്ടാതെ. ഇതെനിക്ക് കിട്ടിയതാ പൈസേൻ്റെ കഴപ്പ്, ചുമ്മാ കുത്തിക്കഴപ്പ്. 40 എത്ര പൈസ? ഒന്നിന് 45 റുപ്യ ചുമ്മാ കുത്തിക്കഴപ്പ്. എന്തിൻ്റെ ആവശ്യമാണെന്ന് അറിയില്ല. സഫാദ് നീ പറ, ആ കിൻഡർ ജോയിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ലല്ലോ.
ചുമ്മാ നമ്മള് 4 കിൻഡർ ജോയ് വാങ്ങി അത്രേ 4 കൊണ്ട് എന്ത് ചുമ്മാ കുത്തിക്കഴുപ്പാന് പൈസന്റെ കുത്തിക്കഴുപ്പ് ഒന്നും അറിയോ എന്താ എന്ത് എടുത്താടാ വെച്ചേ പറ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമോ എന്താടാ ബാറ്റ്മാൻ കിട്ടിയില്ലേ വിഷമാവെന്ന് വെച്ചിട്ട് തിരിച്ചാടെ തന്നെ വെച്ചു എടാ ഞാൻ പറട്ടാടെ വെച്ചൊന്നല്ലല്ലോ അല്ലല്ലോ ആ പിന്നെ ഞാൻ വിഷമിപ്പിച്ചെന്ന് പറയാറ് കേട്ടാ അല്ലേ എടാ എന്നാ നീ ഒരു പൈസക്ക് 2 മേടിച്ചു അപ്പൊ നിന്റെ പൈസക്ക് ആവുമ്പോ എനിക്ക് വിഷമം കാണത്തില്ല. നീ പൈസ ഇങ്ങനെ അയച്ചാ ഞാൻ ബില്ലേ അപ്പൊ നിന്റെ പൈസ ആവില്ല ഞാൻ കൊടുത്ത പോലെയായി എന്താ പറയുക ഞാനും ചെയ്യും ഫോൺ എടുത്തിട്ട് ചുമ്മാ ചുമ്മാ അപ്പൊ നമ്മള് അതിഥും പെറുക്കി അതൊക്കെ നോക്കട്ടെ ഈ എന്താക്കാൻ പോന്ന് അബൈക്ക് വേറെ മേടിച്ചു കൊടുത്താലും ഏത് ORS അബൈക്ക് വയറിളൊക്കെ ആവേ പിന്നെ ORS തരാ മേടിച്ചു അതല്ലോ മുക്കാനുള്ള പരിപാടിയാ ഗൈസ് ഇന്നിൽ നിന്ന് ക്യാമറ കണ്ണുകൾ ഇവരെ 3 ഞാൻ നിരീക്ഷിച്ചോണ്ടിരിക്കും സോ ഇന്ന് ഇവരൊന്നും പൊക്കൂല അല്ലേ എടാ സഫാ സീരിയസ്ലി പറയാ എടാ പറയടാ എന്നാലും നമുക്ക് വ്ളോഗിങ് ഒരു ഉഷാറാവും സീരിയസ്ലി അല്ലേ അല്ലേ വ്ളോഗിങ് ഒന്ന് ഉഷാറാവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം മേടിക്കുന്ന മറ്റേ റീലാണ് എന്താ അടാ സഫാദെ നിങ്ങൾ ഓരോന്നിങ്ങനെ പറയുമ്പോ വ്ളോഗ് അത്ര എടാ എന്ത് സഫാദെ ഏത് കംഫർട്ട് സോൺ ഓ അയ്യേ ചളി അങ്ങ് വാരി എറിയുന്നു വാരി എറിയുന്നു നീ എടാ എന്തിനാ ആടിയെല്ലാം പോയിട്ട് എടുക്കുന്നത് എന്തടാ പാവം മേടിക്കുന്ന ചെക്കന് മേടിക്കാണ്ട് ആക്കിയിട്ട് നോക്കിയാ അവൻ മേടിക്കാണ്ടാക്കും പിള്ളേർ എന്താ ഉൾപ്പുണ്ടോ ആടാ ആബിജിട്ടാ നീ മേടിക്കടാ എല്ലാത്തിനും പ്രോത്സാഹനമാണ് ഏത് അത് വേറെ പരിപാടി കുറച്ച് വേറെ പരിപാടി എടാ പാസ് എടുക്കടാ കുറച്ച് പരിപാടിയൊക്കെ ഇട്ട് നമ്മള് ഓൺലി ബോസ് ഡയറക്ഷൻ നിങ്ങൾ തോണ്ടിക്കടിക്കുമ്പോൾ മനസ്സിലാവില്ലേ അപ്പോൾ ഇവിടുന്ന് അത് ഇതും ചുമ്മാ നോക്കി പെറുക്കി നടക്കട്ടെ കണ്ട ഇത്ര സമയം ആടുകൾ നടന്നിട്ട് ഒന്നും എടുത്തില്ല ചുമ്മാ സാധനം എടുക്കുക പൈസ നോക്കുക തിരിച്ചു നോക്കുക ആ ഒരു പരിപാടി മാത്രം മച്ചോണേ വെജ് ഇഷ്ടല്ല എന്തിനാടാ എന്തിനാ സംതിങ് ബിഗ് ഈസ് ഹാപ്പനിങ് ലൈൻ കെട്ടാ ചാളന്ന് കല്യാണത്തിന് പോകണം എന്തോ വലുത് കാണാൻ വരുന്നു ഓഹോ എൻ്റെ മോനെ ഇതെന്നാ ഓ ഇത് പൊളിക്കും അതെടുക്കുന്ന അത് പൊളിക്കും ചുമ്മാ മോട്ടറാക്കി വിടുക മേടിക്കൊന്നുമില്ല ഗൈസ് കേട്ടാ ഇതന്നെ പരിപാടി ഇനി ചുമ്മാ അതും ഇതും പെറുക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്തായാലും ഒന്നും മേടിക്കാനൊന്നും പോകുന്നില്ല നോക്കട്ടെ എന്തെങ്കിലേ ആണ് അതിന് മേടിച്ചെടുത്തുന്നാവുക വെള്ള എഡിഷൻ കിട്ടണം അതിരാ ഇതുപോലെ പച്ചവെള്ള ഓ സഫാദ് ഒന്നും മേടിച്ചിട്ടാ സഫാദ് എനിക്കൊരു സ്നേഹമില്ലാത്ത പോലെ എന്തടാ മേടിക്കാൻ പറവല്ലെങ്കിൽ നാളെ പ്രൊഡക്ഷൻ പ്രാക്ടിക്കൽ അല്ലേ പറവൽ മറന്നുപോയി മെയിനായിട്ട് വന്ന സംഭവം എന്താ വെച്ചാൽ ചെക്കന് പ്രൊഡക്ഷന് കുറച്ച് എക്യുപ്മെൻറ്റ്സ് മേടിക്കണം നമുക്ക് പ്രാക്ടിക്കലിന് കുറച്ച് എക്യുപ്മെൻറ്റ്സ് മേടിച്ചിട്ടാണ് ലാബിൽ പോകേണ്ടത് സോ അത് മേടിക്കാനേ മെയിനായിട്ട് വന്നത് പക്ഷെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല നമ്മളെ കാണിച്ചു തരും എങ്ങനെ ഇവിടുന്ന് സാധനം മുക്കുന്നത് ഞാൻ ഈ 3 വ്യക്തികളുടെയും എന്താ പറയുക പുറകിലെ ഒരു ക്യാമറ കണ്ണുകളായിട്ട് നടക്കും കണ്ട ഓടി ചാടിയെല്ലാം പോകുന്നുണ്ട് എന്തിനാണോ എന്തൊന്നും മേടിക്കാറൊന്നുമില്ല എന്നാലും ചുമ്മാ
ഓ മറ്റേ എന്താ എയർ റഹ്മാൻ ഒന്നുകൂടെ വെച്ചാ എയർ റഹ്മാനല്ലേ ഈ സാധനം ബൈക്കോ അല്ലേ പിയാനോ അല്ലേ ക്ഷമിക്കോ എന്തോ എനക്കറിയില്ല ഇവൻ പറഞ്ഞത് എനക്കറിയില്ല ഞാൻ പറഞ്ഞത് തെറ്റാന്നോ അല്ലെങ്കിൽ അവൻ പറഞ്ഞത് തെറ്റാന്നൊന്നും എനക്കറിയില്ല പക്ഷെ ആരെങ്കിലും പറഞ്ഞത് തെറ്റായിരിക്കും അവിടെ ഡ്രസ്സിൻ്റെ ഇല്ലടാ നമുക്ക് ഇതിൻ്റെ മുകളിലാവണ്ടേ ഓക്കെ നമുക്ക് അടാ അത് പൊളിക്കും അതിട്ട് നോക്കിയാ ഓടോക്കിടോക്കിയാ ഇത് ഇതോ ദൈവം കാണും. അടാ അത് പൊളിക്കും കേട്ടാ ഓ ബ്രോ വെറുതെ മോട്ടറാക്കാണെങ്കിൽ മറ്റേ ദൈവം കാണും. മറ്റേ മഞ്ഞയിട്ട ദൈവം കാണും. എളുപ്പം എന്തിനാടാ പറയുന്നേ നമുക്ക് ചെക്കൻ സാധനം മേടിക്കാം അല്ല പിന്നെ പറ്റില്ല അതല്ല പിന്നെ നമുക്ക് മേടിക്കാം ചെറിയ കുട്ടികളെ പോലെ ഞാൻ വലിയ ആളായില്ലേ ചെറിയ കുട്ടികളെ പോലെ എല്ലാവരും അങ്ങ് മേടിച്ച് നടക്കണം എന്തൊക്കെ കഷ്ടപ്പാട് എടാ അബേ വന്ന സാധനങ്ങൾ മാത്രമൊക്കെ നോക്കുക കേട്ടല്ല ഇതെന്തിനാ നോക്കട്ടെ അബേനെ ഉപ്പിലിട്ട് വെക്കുക ഇവന്മാര് വേറെ എന്തൊക്കെയോ പരിപാടി എന്താ വെച്ചാൽ വന്ന സാധനങ്ങൾ നോക്കുന്നില്ല വേണ്ടാത്ത സാധനങ്ങളൊക്കെ നോക്കുന്നു അത്ര എങ്ങനാ ഒരാളെ മിസ്സായി എടാ വേണ്ട സാധനങ്ങൾ എടുക്കടാ സീരിയസ്ലി 200 രൂപ എന്തിനു മുമ്പിൽ കുടിക്കാനാ പോയടാ ഇഷ്ടാ എടാ അബേ ഈ സാധനങ്ങൾ മേടിക്കല്ലേ നടക്ക് കുപ്പി എന്തിനാ എടാ കുപ്പി റൂമിൽ ഇഷ്ടം പോലെ ഉണ്ട് രണ്ട് സൈഡിൽ നിന്ന് കുടിക്കാടാ നോക്ക് ഇത് മൾട്ടിപർപ്പസ് ആണ് അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് കുടിക്കാം. അപ്പം ടെക്നോളജി അവിടെ ഇങ്ങനെ എടാ 3 പർപ്പസ് ആണ് 3 മോഡ് ടെക്നോളജി ഏത് എടാ ഈ ഞാനെന്ത് ബാങ്കാ മേടിച്ചിരോ ചോദിക്കട്ടെ മതിയല്ലേ ഇടത്തെ പരിപാടി ചെയ്ത് ഇടത്തെ ടെക്നോളജി എല്ലാം കഴിഞ്ഞു നമുക്ക് അടുത്ത ടെക്നോളജി ഇനി എടാ ഇനി അബേ എനിക്ക് വേണ്ട സാധനങ്ങൾ എടുക്കപ്പോ ഇവനാന്ന് ചോറ് കഴിക്കടാ സ്വർണം പുഷ് വെച്ച് ചോറ് കഴിക്കാം അബേ ഇതൊക്കെ വേണോ സോ ഗൈസ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കട്ടെ എന്താടാ യോമാരെ എടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇനി എന്തൊക്കെ ക്യാമറ കിട്ടുന്നോ അതൊക്കെ ഞാൻ കട്ട് ചെയ്യാണ്ട് പക്കയായിട്ട് യൂട്യൂബിൽ ഇടും ഗൈസ് പക്ക ഞാൻ കട്ട് ചെയ്യില്ലേ സീരിയസ്ലി ഞാൻ കട്ട് ചെയ്യാണ്ട് പക്കയായിട്ട് ഞാൻ യൂട്യൂബിൽ കട്ട് ചെയ്യൂല ഇനി അവനെ നമുക്ക് ഇൻസ്റ്റയിലായിട്ട് ഞാൻ കൊടുക്കാം മെൻഷനാക്കിയിടാം ഫുൾ എല്ലാവരും അറിയട്ടെ അതൊക്കെ അത്രയേ ഉള്ളൂ കാശ് എന്തോ സാധനം കിട്ടിയിട്ടുണ്ട് അത് നോക്കി പോകുന്നതാ ഏതോ പെണ്ണിനെ കണ്ടിട്ടുണ്ട് സഫാദെ സംതിങ് ഫിഷി സംതിങ് മാത്രമല്ല വെയിറ്റിൻ്റെ അല്ലേ എന്ത് കണ്ടിട്ടാ അന്നേ ശരിക്കും മേടിച്ചോ റൂമിലെടുക്കാം നമുക്ക് ഇങ്ങനെ പോയ വീഡിയോ കുറേ ലോങ്ങായി നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഫണ്ണി തിങ്സ് വരുമ്പോൾ നമുക്ക് മേടിക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് ഇതിനെ കൊണ്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ അവേ അല്ലേ അല്ലേ നിരാശി ഓ തടവി നോക്കുന്നു ബ്രോ എല്ലാവർക്കും കുട്ടികളുണ്ട് പക്ഷെ എല്ലാം ലിക്വിഡ് ഫോമിലാന്ന് മാത്രം ഓ ബ്രോ അണ്ണാക്കി ഏത് അതെ ചെക്കന് വിഷമായടാ ചെക്കന് വിഷമായി കേട്ടാ
ചെക്കനെ വിഷമായി അവിടെ സഫാദെ പോട്ടെ ഇനി വിഷമിക്കില്ല സത്യം നീ ക്യാമറ വർക്കല്ലടാ ഇത് വീഡിയോ ഞാൻ എങ്ങനെ എടുക്കുക ഇനിയില്ല ഇനി സഫാദിൽ ഇന്നൊന്നും പറയുന്നില്ല എടാ എനിക്ക് കമ്പനീനോട് എന്തെങ്കിലും ഉണ്ടാ സോഫ്റ്റ് ആയിട്ട് തൊട്ട് കളിക്കുന്നതിന് എങ്ങനെ ഏത് ഏത് കാണിച്ചോണ്ടാ എടുക്ക് എടുക്കടാ അരെ ഇവൻ എന്തടാ കട്ടാടാ കട്ട സഫാദെ എന്നാ പറ്റിയേ സഫാദ് പ്ലസ് അടിക്കുന്നതാ പോടാ പോടാ ഇന്നിങ്ങ് വീടിന്റെ പൈസ ചുമ്മാ ഒരു ചാലഞ്ച് ഇപ്പോൾ 1K അടിച്ചാൽ എന്താ പറയുക ഇപ്പോൾ കേക്ക് മേടിച്ചിട്ട് ഇപ്പോൾ മുറിക്കുന്നു ഇനി എത്ര 77 സബ്സ്ക്രൈബേഴ്സ് കൂടെ നമുക്ക് 1K പക്ഷേ ചുമ്മാ പറഞ്ഞപ്പോൾ എന്താ അവൻ ആരൊക്കെ കൊണ്ടോ വിളിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് എൻ്റെ പൈസ പോവും ഇല്ല പറഞ്ഞ ഇപ്പോൾ 1K ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 1K നമ്മൾ പറഞ്ഞ പോലെ കേക്ക് മുറിച്ചിരിക്കും എന്ത് അതൊക്കെ ഒറ്റ വേണം ഞാൻ പറഞ്ഞ ഒറ്റ അതിനോട് അതിനാ എന്താ എന്നെ കാണുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവുന്നുണ്ടാ എടാ വിടടാ ഞാൻ ചുമ്മാ പറഞ്ഞാ എടാ അങ്ങനെയാ ഓക്കെ സഫാദ എന്നെ മേടിക്കും ഇന്ന് എൻ്റെ ടാർഗറ്റ് സഫാദ അല്ലേ ഇന്ന് എൻ്റെ ഇര സഫാദ ആരൊക്കെ വേണ്ടടാ അപ്പോൾ ഇവിടുന്ന് ചുമ്മാ കറങ്ങിത്തിരി എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ മേടിച്ചിട്ട് നമുക്ക് നേരെ താഴെ പോവാം എടാ ചുമ്മാ പിന്നെ എടാ പോട്ടടാ നേരത്തെ ഇന്നെ പറഞ്ഞോണ്ടല്ലേ പോട്ടെ അത് നേരത്തെ പോലെ പറഞ്ഞോണ്ടാ ഇത് ഞാൻ മേടിക്കാൻ അർഹിക്കുന്നു സോ കുഴപ്പമില്ല ഇനി ഇടുന്ന ആദ്യം ഇതും ചുമ്മാ അതും പെറുക്കി നോക്കിയിട്ട് പൈസ നോക്കിയിട്ട് തിരിച്ചു വെക്കും സോ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ താഴെ പോവാം അത് കിട്ടി ആ പിടിച്ച് സഫാദ് എടുത്തിട്ട് പിടിച്ച് സഫാദിനെ പിടിച്ച് ആ അതെ സഫാദിന്റെ ന്യായമായ ചോദ്യം അബേ എനിക്കല്ലേ മേടിക്കാൻ വന്നേ എന്നാ ബാബു പോവാ ഇവിടെ ഇല്ലാറ പേര് ബാറ്റ്മാൻ കിട്ടിയാലോ കിട്ടിയില്ലെങ്കിൽ സഫാദിന്റെ അടക്ക് അടാ അതൊക്കെ എന്തിനാ ചുമ്മാ ആടുന്ന് ഇടുന്ന് വേണ്ട സാധനങ്ങളെ തോണ്ടി കളിക്കുന്ന നോക്കിയാ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ട നമ്മൾ ഉത്തരവാദിത്തം പക്ഷെ നമുക്ക് സാധനം ആവശ്യമില്ലല്ലോ പിന്നെ നീ എന്തിനാ നോക്കുന്നേ പറയൂ സഹോദര എന്താ വാവ് ഫണ്ടാസ്റ്റിക് നൈസ് നല്ല രീതി സമയം പോകുന്നുണ്ട് ബാബുവാ ആ പിന്നെ എടാ അബി സമയം കുറയാടാ വാ സമയം കുറയും നമുക്ക് വേണ്ട സാധനം എടുത്തിട്ട് പോവാലോ വാ ഞങ്ങോട്ടാ റിലയൻസാ അല്ലേ സഫാദ് പറ സഫാദെ പടങ്ങല്ല സഫാദെ അയ്യോ സഫാദ് പണങ്ങി നമുക്ക് താഴെ പോയി ബാക്കി കാര്യങ്ങൾ നോക്കാം ഇനി നമുക്ക് ഡ്രസ് സെക്ഷൻ നോക്കാം എന്താ പറയുക ചുമ്മാ നമ്മൾ മേടിക്കാൻ വന്നത് കട്ട്ലറീസ് ആണെങ്കിൽ നമുക്ക് ഇനി ഡ്രസ് സെക്ഷൻ നോക്കാം എന്താ പറയുക നമ്മൾ മേടിക്കാൻ വന്നത് കട്ട്ലറീസ് ഇപ്പം നമ്മൾ എന്താ പറയുക ഡ്രസ് സെക്ഷൻ നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടാം എടാ അടിയാക്കല്ലടാ പെൺവിഷയത്തിൽ നമുക്ക് ഏർപ്പെടാം പിള്ളേരെല്ലാം വഴക്കുള്ളൂ സഫാദി ഒന്ന് കളിക്കാൻ പോന്നാ പോരാ അതൊക്കെ സോ
അബി അബി ഗൈസ് ഞാൻ ചുമ്മാ ഓരോ കുത്തിക്കഴപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് ചുമ്മാ റൂമിലിരുന്ന് വൈഫൈ തോണ്ടിയിട്ട് എന്താ പറയുക റീൽസും ഷോർട്സും കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചൊന്ന് ചുമ്മാ ഓരോന്ന് അബേ അത് പൊളിച്ചേട്ടാ, അത് കത്തും കിട്ടാ. ഫ്രീ കിട്ടിയ സാധനമാണ്, അത് പറിച്ചളയാൻ പാടില്ല. രജനി സ്റ്റൈലിൻ്റെ സ്റ്റൈൽ ഇട്ടാ, രജനീകാന്ത് സ്റ്റൈൽ ഇത് വാങ്ങിയപ്പോൾ ഇത് ഫ്രീ ഇടുന്നതിനോടൊപ്പം. ഓ മൈൻഡൊക്കെ ഉണ്ട് ചുമ്മാ കണ്ടിട്ട് നമുക്ക് ഈ കണ്ണട കുറച്ച് എന്താ പറയുക ചുമ്മാ ഇത് കൊള്ളാല്ലേ. സഫാദ് ഇട്ടോക്കിയാ, സഫാദ് എനിക്ക് ചേരൂ. അടാ അത് പൊളിക്കോടാ, എന്നിട്ടാ അടാ എന്നിട്ടാ ഏത് അപ്പോൾ ഈടെ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ല. എടാ നീ ഉപയോഗിക്കാത്ത സാധനല്ലേ. നിനക്ക് എവിടെ കയറാൻ രണ്ടുപേര് കയറണ. എടാ എന്തിനാടാ എടാ അന്ന് മേടിക്കുന്നില്ല അടക്കി ചുമ്മാ മേടിക്കാത്ത സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കറങ്ങി നോക്കും, എന്നിട്ട് ഒന്നും മേടിക്കൂല. പെണ്ണുങ്ങൾക്ക് എടാ നീ തലക്കാലം വാ, പൊമ്പിള്ളേർ ഇട്ടോട്ടെ, അവർക്ക് എന്തെങ്കിലും വേണ്ട ബ്രോ. സാധനം ഇറക്കണം ബ്രോ. അല്ല ഇറക്കിക്കോളൂ, ഞാൻ അടക്കി. അപ്പോൾ നമുക്ക് ഈടെ നമുക്ക് വേണ്ട സാധനങ്ങളില്ല, അല്ലാതെ നമുക്ക് വേണ്ട സാധനങ്ങളില്ലല്ലോ. ഇല്ലല്ലോ, നമുക്ക് വേറെ സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടേ. ഓ പോവാ, സമയം കളയണ വേണ്ടല്ലോ. എടാ നമ്മൾ നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റ് പോട്ടെ. ഓക്കെ, അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കാത്തതിനാൽ നമ്മൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്. അല്ലേ സഫാദേ? അല്ലേ അല്ലേ അതെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലേ, അതേന്ന് പറഞ്ഞാൽ അതെ, അല്ലാണ്ട് ബസ്സിൽ കേൾക്കൊന്നും വേണ്ട. സോ നമുക്ക് ഇവിടുന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റ് മീൻസ് റിലയൻസ് അല്ലേ, ഇവിടെ നിന്നും എവിടെയെന്നറിയില്ല, എവിടെയെങ്കിലും പോവാം. സോ നമുക്ക് അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിക്കാം. 2 പ്ലേറ്റ് മേടിക്കാം, 4 പേര് 2 പ്ലേറ്റ് മേടിക്കാം, 4 പേര്. പൈസ നമുക്കൊരു വിഷയമാണോ അബേ? അബേന്റെ കേസിൽ വിഷയമാണ്. അനക്കല്ല സത്യം എടാ ഞാൻ ചുമ്മാ അനക്കുവേണ്ടേ, ചുമ്മാ പോടാ ആ പിന്നെ ഞാൻ അനക്കുവേണ്ടേ. അവർ പഠിച്ചു വെച്ചോട്ടല്ലേ സഫാദെ, നമുക്കിതൊന്നും പറ്റില്ല. നമ്മൾ ഈ നല്ലവരായ നമ്മളെ നല്ല ചോറ് ഇന്ന് ജീവിക്കുന്നതാണ്. പാനിപ്പൂരി നമുക്കല്ല അല്ലേ? എന്ത് പിള്ളേരാ ഇതൊക്കെ മോശമല്ലേ? വേണ്ട ലേശ ഉടുപ്പുണ്ടടാ, ലേശ ഉടുപ്പുണ്ട്. എന്ത് പിള്ളേരാ നമുക്ക് ഇതൊരു പീട് തുടങ്ങിയാൽ എന്തായിരുന്നു? അല്ല ഇതൊക്കെ ഒരു ബിസിനസ് പ്ലാനാണ്. നീങ്ങുവാ, കുറച്ച് ലൈറ്റുള്ള എടുക്കുക, നിന്നെ വെളുത്ത് കാണണ്ടേ. പോലെ സഫാദേ എടാ അബേ നല്ലൊരു ബിസിനസ് പ്ലാൻ ഞാൻ പറയട്ടെ. ഇതേപോലത്തെ നമുക്ക് തുടങ്ങിയാലോ? എന്താ പറയുന്നത് അല്ലേ? 30 രൂപ സഫാദ്. ഓ ഇത് ബിസിനസ് തുടങ്ങാ. നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോകും. അതൊക്കെ അത്രേ ഉള്ളൂ, നമ്മളും ബിസിനസ് തുടങ്ങും അല്ലേ സഫാദേ? ബിസിനസ് 50 റുപ്യാണ് ബാക്കി കേട്ടാ. അബേ എത്രയാ? 20 ഈ പൈസ നീ എന്റെ പൈസ മൈനസ് ആക്കൂ. ആക്ക് തരാളെ 100 റുപ്യ തരൂല. അതിനിപ്പോൾ ഭാഗ്യം നോക്കാം. ഇതിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ നമ്മളെ എൻട്രൻസ് തന്നെ ഭയങ്കര ആകർഷമായ സാധനങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരും ഇവിടെ തന്നെയായി കണ്ടാ. നമ്മുടെ ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ കണ്ടപാട് ബൈ 1 get 1 ഫ്രീ. സോ നമ്മൾ ചുമ്മാ വന്ന് നേരത്തെ സെയിം പ്രോസസ്സ് ഇവിടെ വരുന്നു, സാധനങ്ങൾ എടുക്കുന്നു, പൈസ നോക്കുന്നു, തിരിച്ചു വെക്കുന്നു. കണ്ടോ, ഇത് തന്നെ അത്രയേ ഉള്ളൂ. എടുക്കുന്നു, നോക്കുന്നു, തിരിച്ചു വെക്കുന്നു. എന്നൊക്കെ അതെ. എന്തിനാണ് അത്രയല്ലേ പേസ്റ്റൊക്കെ? പല്ലേക്കുന്നവർക്ക് പോരാല്ലോ. അതന്നെ എന്നോട് പറയാം. ആ പിന്നെ അതല്ലേ ഈ മേടിക്കാത്തേ.
എടുക്കുന്നത് നോക്കുന്നത് തിരിച്ചു വെക്കുന്നത്. ഒരിക്കലും പേസ്റ്റ് ഒരിക്കലും എന്താ അതൊക്കെ എടാ എന്നാലും നമുക്ക് പല്ല് തേച്ചാൽ ഫീല് കിട്ടും. അത്ര പൈസ ആ ഫീല് പല്ല് തേച്ചാൽ ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ വേറെ ആളെ എടുത്ത് തേക്കണം. അതിങ്ങനെ ലാസ്റ്റ് ശവം അതുവരെ നമ്മൾ എടുക്കണം എന്തല്ലേ. വേറെ ആളെ എടുത്ത് തേക്കുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക പല്ല് തേച്ചുകൊണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. എന്തിനാ ഇല്ല ഇത് സ്വഭാവമായിട്ട് മാങ്ങ കണ്ട് ആകർഷിച്ച് പോയി കേസ്. കിട്ടില്ല മാങ്ങ മണത്തോക്കി പറയൂ സഫാദ് അല്ലേ. എടാ നീയാണ് ഇന്നത്തെ മെയിൻ മനുഷ്യൻ. ഇന്ന് വ്ളോഗ് ഫുള്ള് സഫാദ് നടന്നു കിടക്കും. കണ്ട മാങ്ങ മണത്ത് നോക്കിയിട്ട് ക്വാളിറ്റി പറയുന്ന ആകെ ഒരുത്തനേ ഉള്ളൂ സഫാദ്. കുലുക്കി വെക്കടാ. അതേ കുലുക്കി വെക്ക് മാങ്ങ കുലുക്കി വെക്കി കൊലുങ്ങോ ബ്രോ. ബുദ്ധി എങ്ങനെയാ പഴുത്തിയും വരെ അറിയില്ലല്ലേ. ഈ ഹോട്ടൽ മാനേജറിനെ പറയിപ്പിക്കാനായിട്ട് ഓരോന്നൊക്കെ. അതല്ല ഞാനൊന്നും പറയാത്തേ അല്ലേ. ഈ ഒന്നും അറിയത്തുമില്ല, വെറുതെ അടിച്ചു വിട്ടിടുന്നു. ഇരുന്ന് പോയല്ലോ അത് പൊളിക്കും. ഇരിക്കി പാവടാ. ഓ സഫാദ് സഫാദ് അതോ ഇതേടെ ഓടിപ്പോത്. നമ്മൾ വളരെ നമ്മൾ ഡീസൻസ് അത് അവന്മാരെ തെണ്ടിപ്പിള്ളല്ലേ എന്ത് അപ്പോൾ നമ്മൾ വന്ന സാധനങ്ങൾ നോക്കട്ടെ. കട്ട്ലറീസ് നോക്കാനാണ് വന്നത്. അപ്പോൾ നമുക്ക് കട്ട്ലറീസ് നോക്കട്ടെ. എടാ ഒരു തംബ്നെയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കളിക്കുന്നത്. സെലിബ്രിറ്റീസിന് പോലും ഉണ്ടാവില്ല ഇത്ര ഒരു ഇത്. അടാ ഇത് പൊളിക്കും കേട്ടാ. രാത്രി ഇട്ട് കടന്നാൽ അത് പൊളിക്കും അല്ലേ. അത് പൊളിക്കും. ഏത് സഫാദ് പറഞ്ഞതിൻ്റെ അപ്പുറമൊന്നുമില്ല. പൈസ നമുക്കൊരു വിഷയമാണ് അബി അല്ലേ. പൈസ നമുക്കൊരു വിഷയമല്ലേ ഗൈസ്. ഗേൾസ് സെക്ഷൻ അല്ലേ ഇത്. ആ നടക്ക് അല്ലേ. ഇപ്പം എന്നെ ഈ കണ്ട ഈ ഒരു ഡിവിഷൻ കണ്ട നീ ബ്രോ യൂസ് ബ്രെയിൻ. നിനക്ക് തീരെയില്ല. കണ്ണട വെച്ച് നടന്നോളൂ. ഫോട്ടോ നോക്ക്. എടുത്ത ഫോട്ടോ നോക്കിയിട്ട് നോക്കൂലെന്നാ. അപ്പൊ അത് വ്ളോഗ് ഞാൻ പറഞ്ഞേ ചുമ്മാ തീയായി നിക്കണെന്ന്. എന്റെ നീ ഇങ്ങനെ പറയുന്നത്. എടാ ക്യാമറ ആണെങ്കിൽ ഇവന് ഒഴിഞ്ഞു പോകുന്നറാ. എനിക്ക് നോക്കറാ ക്യാമറ ആണെമ്പോ ഓടിപ്പോന്നൊക്കെ. എന്ത് എന്താണ്ടേ വെച്ചോക്കിയാ പാകാവുന്നുണ്ടോക്കിയാ. എടാ നീ എന്തിനിങ്ങനെ ക്യാമറ ഷൈ ആവുന്നത്. അപ്പം അതെ ചേച്ചി പിള്ളേർ എന്ത് പിള്ളേരപ്പ ക്യാമറ ഷൈയില്ല പിള്ളേർ. സോ ഗൈസ് അപ്പോൾ ഇവിടുത്തെ ചുമ്മാ അലഞ്ഞിരിഞ്ഞുള്ള പരിപാടിയായിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ആക്കി നോക്കാം. ഇതിപ്പോൾ എടുത്തുകൊണ്ട് നിന്നാൽ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് 1 മണിക്കൂറൊക്കെ ആയിപ്പോവും. സോ നമുക്ക് ഈ പുറത്തിറങ്ങിയിട്ടൊക്കെ കാര്യമായിട്ട് ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഗൈസ് അവന്മാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നുണ്ട്. ചുമ്മാ ഓരോ ഡ്രസ്സ് എടുക്കുന്നു, അത് വെക്കുന്നു, ഇത് വെക്കുന്നു. രാവിലെ അടുത്ത വരുന്ന നോക്കട്ടെ ഗൈസ്. ഫോട്ടോ എടുക്കാൻ നിൽക്കാത്തതിൻ്റെ ഫോട്ടോ. ഓ ഗൈസ് അത് അതിലുണ്ട്. ഏടാ ഏതാടാ ഫുള്ള് കൊയ് എന്ത് വേണ്ടതപ്പാ. ഞാൻ ഇടിക്കുന്നു. എനക്ക് എന്തായാലും വയ്യ. ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി എന്തൊക്കെ മേടിച്ചില്ലെങ്കിൽ ഞാൻ മേടിച്ച സാധനങ്ങൾ കാണിച്ചാൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഗൈസ് അപ്പോൾ നമ്മളൊരു ഹ്യൂജ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫേസ് വാഷ് മേടിച്ചിരിക്കുന്നത് അല്ലേ. ഇത്ര 2 സൂപ്പർ മാർക്കറ്റ് നമ്മൾ കയറി ഇറങ്ങിയിട്ട് ഒരു എത്ര റുപ്യേൻ്റെ ഫേസ് വാഷ്? 80 റുപ്യേൻ്റെ 130 ഫേസ് വാഷ് നമ്മൾ മേടിച്ചിരിക്കുന്നു. അഭിജിത്ത് അത് ബില്ലടിക്കാൻ വേണ്ടി അടക്കുന്നുണ്ട്. നമ്മളൊക്കെ അത്രയോളം വാഷ് 2 സൂപ്പർ മാർക്കറ്റ് കയറി ഇറങ്ങി. മറ്റേ ഡിമാർട്ടും കയറി. ഇതിപ്പോൾ റിലയൻസ് ഇവിടെയും വന്നു. ഇതാ ഒറ്റ ഫേസ് വാഷ്. എടാ ഫേസ് വാഷ് എടുത്തു. എനിക്ക് വയ്യ. ഞാൻ ബ്ലിങ്കിറ്റിന്ന് ഓർഡർ ആക്കും. അപ്പോൾ
ഒന്നും പഠിച്ചില്ല. അവിടെ പോടാ, ചുമ്മാ വന്ന് നടന്നു പോകുന്നു. ഒരാവശ്യമില്ല, ചുമ്മാ നാളെ ഒരുത്തന് പരീക്ഷ. അല്ല ഞാൻ പറഞ്ഞു, ചുമ്മാ റൂമിലിരുന്ന് വൈഫൈ കുറ്റി നടന്നാൽ മതി അല്ലേ. നാളെ ഒരുത്തിന് പരീക്ഷയും. ആ പരീക്ഷ ഉള്ളവൻ്റെ മൊത്തം കാണിക്ക്. നീ വാ എടാ നടക്കണ. സൂപ്പർ കോയിമക്കൾ. സൂപ്പറല്ലേ, സൂപ്പറല്ലേ, എല്ലായിടത്തും ഉണ്ട്. ശരി, ഇരുന്ന് പരിപാടി ഒന്നുമില്ല. എടാ ഇനി എടാ ഇനി പരിപാടി ഒന്നുമില്ലല്ലോ, കഴിഞ്ഞില്ലേ? ഇനി നേരെ റൂമിലേക്കല്ലേ? ഇനി ഒരു കബാബ് മേടിക്കണം, ഇന്ന് വെജാ ഫുഡ്. അപ്പോൾ ഇനി നേരെ റൂമിലേക്കല്ലേ? അർജന്റാവാം. അപ്പോൾ ഇനി നേരെ റൂമിലേക്കാണ്. ഇനി പരിപാടി ഒന്നുമില്ല. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻ്റെ ആക്കാം. ഇനി ഒന്നുമില്ല, ഇത് ചുമ്മാ എടുത്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചുമ്മാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം പാവട. ചുമ്മാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് വീഡിയോ ഇവിടെ എൻ്റെ ആക്കാം. എന്താ പറയുക, വൈൻഡപ്പ്. അതാകുമ്പോൾ സഫാദിനൊരു ആശ്വാസമായി. അപ്പോൾ സോ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അബേലേക്കും കണ്ടു പിടിക്കുക. സോ നെക്സ്റ്റ് അപ്ഡേറ്റ് എടാ ഡീസൻ്റ് അതിൻ്റെ ഇടയ്ക്ക് ഡീസൻ്റ് എടാ പോടാ. സോ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ വരും. സോ ബൈ. നെക്സ്റ്റ് വീഡിയോ ബൈ. എടാ ഒരു ബൈ പറ. ബൈ.